ഒരു ഫീവർ ബർത്ത്ഡേ ആയിരുന്നു തുങ്കുവിൻ്റെ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ, അതായത് റെക്സിൻ്റെ ബർത്ത്ഡേ. അവൻ്റെ 5th ബർത്ത്ഡേ ആയിരുന്നു March 20th. Happy birthday, Boyanode. To you. Happy birthday to you. Happy birthday, dear Tungu. Happy birthday to you. Eta happy birthday song പാടടാ ഏട്ടാ. Happy birthday to you. Happy birthday to you. ഫീവർ ബർത്ത്ഡേ ആയിരുന്നു എന്ന് പറയാനുള്ള റീസൺ, എനിക്ക് നല്ല പനിയായിരുന്നു. അതുകൊണ്ട് തന്നെ വരാനിരുന്ന ഫ്രണ്ട്സൊക്കെ ക്യാൻസൽ ചെയ്തു. പക്ഷേ തുങ്കുവിന് അതൊരു ഭയങ്കര വിഷമമായിരിക്കും, കാരണം അവൻ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു ഫ്രണ്ട്സ് വരും കൂടെ കളിക്കാമെന്നൊക്കെ. പക്ഷേ ഏട്ടന് പറ്റുന്ന പോലെ ആ ടൈമിനുള്ളിൽ കുറച്ചൊക്കെ ഡെക്കറേറ്റ് ചെയ്തു. അവന് ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയ സർപ്രൈസ് കാറും ബൈക്കും ഒക്കെ കെട്ടി അവൻ ഹാപ്പിയായിരുന്നു. പറ്റുന്ന പോലെ ഞങ്ങൾ ആഘോഷിച്ചു. കുട്ടി കേക്ക് തപ്പിക്കൊണ്ടിരിക്കുക. കേക്ക് വാങ്ങിയിട്ടില്ല കുഞ്ഞാ. കേക്കും വേണോ തുമ്പൂന്? കേക്ക് വേണോ? വേണ്ട പൊന്നെ, ഇത്രയും സാധനങ്ങളില്ലേ, ടിംബിറ്റ്സ് ഇല്ലേ. ഇതൊന്നും ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ കേക്കാണ്. ബർത്ത്ഡേക്ക് എന്താ മോന് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് ഒരു കുഞ്ഞു പീസ് കേക്ക് മതി എന്നാണ്. സോ അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു കുഞ്ഞ് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കാറിൽ തന്നെ കേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. Happy birthday, happy birthday. എന്നായാലും ടോയും കേക്കും ഒക്കെ കിട്ടിയിട്ട് തുങ്കു ഹാപ്പി ആയിരുന്നു. പക്ഷെ എന്നാലും ഒരു ഡൾനെസ് അവന് ഉണ്ടായിരുന്നു. പക്ഷെ പനി ഉണ്ട് കുറച്ചിട്ടോ എൻ്റെ ബേബിക്ക്. ഉണ്ടോ? അപ്പം അതായിരുന്നു കാര്യം. തുങ്കുവിനും പനി കിട്ടി. പക്ഷെ എന്നാലും ഞങ്ങൾ ആഘോഷമൊന്നും നിർത്തിയില്ല. കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ ആഘോഷം. Happy birthday to you. Happy birthday, happy birthday, happy birthday, Ren. ഏട്ടൻ പിടിച്ചിട്ട് മുടിപ്പിക്കണേ തുമ്പൂനെ കൊണ്ട്. ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും ഡള്ളായിട്ടൊരു ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. പക്ഷെ എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ച് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഹാപ്പി ആയിരുന്നു. പക്ഷേ എൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് കേക്ക് കട്ട് ചെയ്തിട്ട് അവൻ്റെ വായിൽ വെച്ച് കൊടുക്കാനോ ഒന്ന് ഹഗ് ചെയ്യാനോ കിസ് ചെയ്യാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം എൻ്റെ പനി അവർക്ക് വരരുതല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ളൊരു ടെൻഷനായിരുന്നു എൻ്റെ ഹോൾ ഡേ. ബട്ട് സ്റ്റിൽ ഞാൻ കണ്ട് രസിക്കുകയായിരുന്നു എല്ലാവരെയും. ഞങ്ങൾ ഫോട്ടോയും എടുത്തു. ഫോട്ടോ ഇല്ലാതെ എന്താഘോഷം നമുക്ക്. മോനും കിട്ടിയ ബൈക്ക് കൊണ്ടും കാറ് കൊണ്ടും ഒക്കെ നല്ല രീതിയിൽ കളിച്ചു. എന്നാലും അവൻ ഡള്ളായിരുന്നു. അവനും പനി വന്നു തുടങ്ങിയിട്ടുണ്ടായി. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി കിടന്നുറങ്ങി എന്നുള്ളതാണ്. അങ്ങനെയായിരുന്നു നമ്മുടെ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ ആഘോഷം.